എല്ലാവർക്കും പുതിയ റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്നാക്സ് റെസിപ്പിയാണ് ചെയ്യുന്നത്. ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഞാൻ സ്റ്റൗവിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അതിലേക്ക് 4 ചിക്കൻ കാലും ഒരു ബ്രസ്റ്റ് പീസാണ്, ചെറിയ കഷ്ണം ബ്രസ്റ്റ് പീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതിന് കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ തന്നെ വെളുത്തുള്ളിയും സവാളയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനെല്ലാം അവിടെ എടുത്ത് ചതച്ച് കൊടുക്കണം കേട്ടോ. വെളുത്തുള്ളി പീസാക്കിയിട്ടാലും മതി, പിന്നെ ചെറിയ പീസ് മതി സവാള, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് കൂടെ തന്നെ നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് അല്പം ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ അതിന്ന് ആ ഒരു ചിക്കൻ നമുക്ക് എല്ലിൽ നിന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതേ ഇതൊരു പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. വെളുത്തിരിക്കുന്ന കണ്ടില്ലേ? അപ്പോൾ തന്നെ ആ ചിക്കൻ വെന്തിട്ടുണ്ട്. ഞാൻ ആ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തു. ഈ ഒരു എല്ലും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു മീറ്റും തമ്മിലൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ വെള്ളം ഉണ്ടല്ലോ, നമുക്ക് ആ വെള്ളം നോൺ വെജ് കറിക്ക് അതുപോലെ തന്നെ മാഗി നൂഡിൽസുകൾ ഉണ്ടാക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു എല്ല് നമ്മൾ മാറ്റി കളയരുത്, അത് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതേ ഞാൻ ആ ഒരു ഇത് മാറ്റി വെച്ചിട്ടുണ്ട്, ആ ഒരു മീറ്റ്. ഇനി നമുക്കൊരു സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു കടായിലേക്ക്. കൂടെ തന്നെ ഒരു ചെറിയ സ്പൂണ് വെളുത്തുള്ളി ചതച്ചത് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടാൽ മതി. നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ സവാള അരിഞ്ഞത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. കരിഞ്ഞു പോകണ്ട കേട്ടോ, ഒന്ന് വാടി കിട്ടിയാൽ മതി. കൂടെ തന്നെ ഒരു ടീസ്പൂണോളം ചതച്ച മുളക് ഉണ്ടല്ലോ, അത് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല എരിവുണ്ടായിരിക്കും. അതിലേക്ക് തന്നെ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണേ. ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ. ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിലേക്ക് പഞ്ചസാര, ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ചത് ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം. ഒരുപാട് അങ്ങോട്ട് കുറുകി പോകണ്ട, തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് സെറ്റായിരിക്കും. അപ്പോൾ ഈ ഒരു പാകത്തിന് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കണം. അപ്പോൾ അതെ നമ്മുടെ നല്ല ഗാർലിക് ചില്ലി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്സിന് ഈ ഒരു സോസ് ചേർത്ത് കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ആ ചിക്കൻ മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഒരു പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് കേട്ടോ, ഉപ്പിട്ട് വേവിച്ച ഉരുളക്കിഴങ്ങാണ്, ഒരു മീഡിയം സൈസ്. നന്നായിട്ട് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം, കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ. ഇനി അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാനുണ്ട്. പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ മല്ലിയില, കറിവേപ്പില അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്, സവാള അരിഞ്ഞതും ഒക്കെ കുറഞ്ഞ ക്വാണ്ടിറ്റി മതിയിട്ട്. നമുക്ക് എപ്പോഴും ചിക്കൻ്റെ അളവാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ എല്ലാ വെജിറ്റബിളും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യും വേണം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അതുപോലെ ജീരകപ്പൊടി ഉണ്ട്, ഗരം മസാലപ്പൊടി, കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഉണ്ട്, പിന്നെ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് ചെറുനാരങ്ങ നീരാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം അളവും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ, കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അളവ് എപ്പോഴും ശ്രദ്ധിക്കണേ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറക്കാൻ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് 1 ടീസ്പൂണ് എടുത്ത് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ട് കുഴച്ചെടുക്കണം കൈ വെച്ചിട്ട്, കാരണം അതിനകത്ത് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് പാകത്തിന് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും എത്ര എടുക്കുന്നതനുസരിച്ചായിരിക്കും ഇതിൻ്റെ ബ്രെഡ് ക്രംസിൻ്റെ അളവ് വരിക കേട്ടോ. നമുക്കത് നന്നായിട്ട് മാവ് പോലെ ഇതേപോലെ ഉരുട്ടാൻ പറ്റണം. ആ ഒരു പാകത്തിനാണ് എല്ലാം കൂടെ ആ ഒരു മിക്സ് റെഡി ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഈ ഒരു പാകത്തിന് ആയിക്കഴിഞ്ഞാൽ നമുക്കത് ചിക്കൻ്റെ ഇതേ കാല് നമ്മളിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, അതിലേക്ക് വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കണം. കണ്ടോ, ഇതേപോലെയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് അമർത്തി അതിന് മുളക് ഫിക്സ് ആയിക്കോളും. നമ്മൾ വെള്ളം ചേർക്കുക ഒന്നും ചെയ്യരുത്. ഡയറക്റ്റായിട്ട് ആ ഒരു മാവ് അതിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. ഇതേ ഒരു ഷേപ്പിൽ എല്ലാം ആക്കിയെടുക്കുക. അപ്പം ബാക്കിയുള്ള മാവ് ഞാനിവിടെ ഒരു ഐസ്ക്രീം സ്റ്റിക്കിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് 4 കാലല്ലേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ്റെ 4 കാല് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 8ഓളം ഇതേപോലെ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു നല്ലൊരു ചായക്കടിയാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാൻ ഈ ഐസ്ക്രീം സ്റ്റിക്കിലും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ മാവ് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം പാലും കൂടെ ചേർത്ത് നിന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ കൂട്ട് ഇതേപോലെ
മുട്ട മിക്സിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം മാറ്റി വെക്കുക. എല്ലാം ഒരേപോലെ ആക്കി വെക്കുക കേട്ടോ. നമുക്ക് ആക്കി വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് ആ ബ്രെഡ് ക്രംസൊക്കെ പൊതിയുന്ന രീതിയിൽ തന്നെ അമർത്തി കോട്ട് ചെയ്ത് വെക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ചിക്കൻ്റെ കാലും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി നമ്മൾ ഏതാണോ ഓയിൽ എടുക്കുന്നത്, ഞാനിവിടെ ഓയിലാണ്, വെളിച്ചെണ്ണയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓയിലാകുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം എപ്പോഴും മീഡിയം ടു ലോയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഒരുപാട് ചൂട് കൂടി പോകരുത്. പ്രത്യേകിച്ച് കാസ്റ്റ് അയണൊക്കെ ആകുമ്പോൾ നല്ല ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ അതനുസരിച്ച് തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ഓരോന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് എല്ലാ ഭാഗവും തിരിച്ചിട്ടിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ആ ഒരു കുക്കാവുന്ന രീതിയിൽ തന്നെ നമ്മൾ നീക്കി ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നന്നായിട്ട് എല്ലാ ഭാഗത്തും കുക്കായി വരികയും പിന്നെ കളറ് ഒരേപോലെ തന്നെ കിട്ടുകയൊക്കെ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മളിങ്ങനെ തട്ടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ഇളം ബ്രൗൺ നിറം ആകുമ്പോഴാണ് ഇത് കോരി മാറ്റേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു കളറിലാണ് നമ്മളിത് എടുത്ത് മാറ്റേണ്ടത്. അപ്പം എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് നമുക്ക് ആ ഒരു സ്നാക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കളർ നിങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഒരു സ്നാക്സിൻ്റെ കളർ അറിയുമ്പോൾ അറിയാലോ, ഈ ഒരു കളറിലാണ് ശരിക്കും കുക്കാവുന്ന എല്ലാ ഭാഗങ്ങളും കുക്കായി കറക്റ്റായിട്ട് സ്നാക്സ് കിട്ടുന്ന ഒരു പരുവം എന്ന് പറയുന്നത് ഈ ഒരു കളറാണ്. അപ്പം എല്ലാം ഞാനിവിടെ റെഡിയാക്കി വറുത്ത് കോരിയിട്ടുണ്ട്. ഇതിന് പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു കട്ട്ലറ്റിൻ്റെ ടേസ്റ്റാണ് ഇതിന് വരുന്നത്. വല്ലപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. എണ്ണയിൽ വറുക്കുന്ന പലഹാരമാണ്. അപ്പോൾ എപ്പോഴെങ്കിലും കിട്ടുമ്പം ഒന്ന് 4 മണി പലഹാരമായിട്ടൊന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. ചിക്കൻ കാലിന് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി.